കണ്ണൂരിലെ രാഷ്ട്രീയമെന്നത് വെറും വാദപ്രതിവാദങ്ങളല്ല, മറിച്ച് കഠാരത്തുരുമ്പും ബോംബുകളും തീർക്കുന്ന അഗ്നി പരീക്ഷകളിലൂടെയുള്ള യാത്രയാണ്. ഈ കനൽ വഴികളിൽ പതറാതെ നടക്കാൻ അസാമാന്യമായ ചങ്കൂറ്റം തന്നെ വേണം. സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ എതിരാളികളുടെ വെല്ലുവിളിക്ക് അതേ ഭാഷയിൽ മറുപടി നൽകിയ എൻ രാമകൃഷ്ണൻ എന്ന എൻആറിന്റെയും അദ്ദേഹത്തിന്റെ പാതയിൽ ഒരു പടി കൂടി മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിച്ച കെ സുധാകരന്റെയും പാരമ്പര്യം വരും തലമുറയിൽ ആര് ഏറ്റെടുക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് റിജിൽ മാക്കുറ്റി. KSU കാലം മുതൽ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും തീപ്പൊരിയായി മാറിയ റിജിൽ കെ സുധാകരന്റെ രാഷ്ട്രീയ കളരിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ കരുത്തനായാണ് ഇന്നറിയപ്പെടുന്നത്. സുധാകരന്റെ പിൻഗാമിയായി കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിക്കാൻ തനിക്ക് ശേഷിയുണ്ടെന്ന് വെറും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം തെളിയിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിലെ CPMന്റെ അജയ്യമായ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആദികടലായി വാർഡിൽ റിജിൽ മാക്കുറ്റി നേടിയ വിജയം കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്ന ഈ മണ്ണിൽ അവർക്ക് എത്തിനോക്കാൻ പോലും ഭയമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ പോൾ ചെയ്ത 2671 വോട്ടുകളിൽ 1413 വോട്ടുകളും ഒറ്റയടിക്ക് നേടി റിജിൽ മാക്കുറ്റി ആ കോട്ട തകർത്തെറിഞ്ഞു. CPM, BJP, SDPI എന്നിവർക്കൊപ്പം തന്നെ തോൽപ്പിക്കാൻ അണിയറയിൽ ചരടുവലിച്ച ലീഗ് വിമതനും സ്വതന്ത്രനും ഉൾപ്പെടെയുള്ള 5 പേർ ചേർന്ന് നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ റിജിൽ മാക്കുറ്റി എന്ന ഏക സ്ഥാനാർത്ഥി തന്റെ അക്കൌണ്ടിലാക്കി. കഴിഞ്ഞ തവണ 1394 വോട്ടുകൾ നേടിയ LDF ഇത്തവണ വെറും 693 വോട്ടുകളിലേക്ക് കൂപ്പുകുത്തിയത് ആദ്യ കടലായിയിലെ ജനമനസ്സുകളിൽ റിജിലുണ്ടാക്കിയ സ്വാധീനത്തിന്റെ തെളിവാണ്. റിജിലിനെ തകർക്കാൻ സംഘപരിവാറും CPMും ഒരുപോലെ ശ്രമിച്ചെങ്കിലും മതേതരത്വത്തിന്റെ കരുത്തുറ്റ കവചമാണ് അദ്ദേഹത്തെ കാത്തത്. കശാപ്പുകാരനെന്നും ഹിന്ദു വിരോധിയെന്നും മുദ്രകുത്തി അദ്ദേഹത്തെ ഹൈന്ദവ വോട്ടർമാരിൽ നിന്നും അകറ്റാൻ BJPയിലേക്ക് ചേക്കേറിയ അബ്ദുള്ളക്കുട്ടിയെയും രഘുനാഥിനെയും പോലുള്ളവർ കിണഞ്ഞു പരിശ്രമിച്ചു. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഈ ഡിവിഷനിൽ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുമെന്ന കള്ള പ്രചാരണങ്ങളെ കടൽക്കാറ്റിൽ പറത്തിക്കൊണ്ട് BJPയുടെ വോട്ടുകൾ പോലും റിജിലിന്റെ ജനകീയതയിൽ അലിഞ്ഞു ചേർന്നു. BJP വോട്ട് വർദ്ധിപ്പിച്ച ഇടങ്ങളിൽ പോലും റിജിലിന്റെ മുന്നിൽ അവർ അപ്രസക്തരായി മാറി. തനിക്കെതിരെ ഉയർത്തിയ വർഗീയ വിഷപ്പാമ്പുകളെ മതേതരത്വത്തിന്റെ വടികൊണ്ട് അടിച്ചമർത്തിയ റിജിൽ മാക്കുറ്റി കണ്ണൂരിലെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വീര്യം വീണ്ടെടുത്തു നൽകിയിരിക്കുകയാണ്. സുധാകരന്റെ ശിഷ്യൻ എന്ന നിലയിൽ ജനങ്ങൾ നൽകിയ ഈ പടനായക പട്ടം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗപ്പിറവിയുടെ വിളംബരം കൂടിയാണ്.